എൻ്റെ നാഥൻ, സർവം ചമച്ചവനേശുനാഥൻ, ആരിലുമുന്നതനെൻ്റെ നാഥൻ, സർവം ചമച്ചവനേശുനാഥൻ. മനമേ തെല്ലും ഭയപ്പെടേണ്ട വിജനമരുയാത്രയിൽ, മനമേ തെല്ലും ഭയപ്പെടേണ്ട വിജനമരുയാത്രയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ദയവായിട്ട് ഈ സന്ദേശം പൂർണ്ണമായിട്ടും കേൾക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മുടെ വിശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കുന്നതും സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുന്നതും നമ്മളെ പ്രകാരം കർത്താവിന് വേണ്ടി ഇനി ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സന്ദേശം ആരും സ്കിപ്പ് ചെയ്യാതെ സമയമെടുത്ത് ഒന്ന് കണ്ട് അനുഗ്രഹത്തിലേക്ക് കടന്നു വരണമെന്ന് സൗഖ്യത്തിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് അന്യദേവ ആരാധനയും ഓണാഘോഷങ്ങളും ഒക്കെ വഴി ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് കടന്നു വരുന്ന രോഗങ്ങളെക്കുറിച്ചും തകർച്ചകളെക്കുറിച്ചുമാണ്. എന്തുകൊണ്ട് ഈ രോഗങ്ങൾ കടന്നു വരുന്നു? നമുക്കറിയുന്ന നിരവധി രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളുടെ പേരുകളൊക്കെ ബൈബിളിൽ നിന്ന് തന്നെ നമ്മളിന്ന് ചിന്തിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. കഴിഞ്ഞ സന്ദേശങ്ങൾ ഭൂരിഭാഗം പേരും, ഏതാണ്ട് 5000-ഓളം പേര് കാണുകയുണ്ടായി. അതിന് വളരെയേറെ നന്ദിയുണ്ട്. കാരണം നിരവധി പേര് ഒരുപാട് വേദനയിലാണ്. കാര്യം ലോകത്തിൻ്റേതായ ഒരുപാട് മേഖലകളിലേക്ക് ക്രിസ്ത്യാനികൾ കടന്നു പോകുന്നു. ഏകദൈവ വിശ്വാസം നമ്മുടെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം അതിന് കാരണമായ വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നിരവധി പേര് മറ്റുള്ളവരെ ശരിയായ പ്രകാശത്തിലേക്ക് നയിക്കേണ്ട പലരും അന്ധകാരത്തിലേക്ക് വീണു പോകുന്നു. ഒരിക്കൽ അവർ പ്രകാശത്തിലായിരുന്നു, പക്ഷേ വീണ്ടും അന്ധകാരത്തിൻ്റെ പിടിയിൽ അമർന്നുപോയി. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3-ൽ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആരംഭിച്ചത് ആത്മാവിലാണ്, പക്ഷേ ഇപ്പോൾ അവസാനിപ്പിച്ചത് ശരീരത്തിലും മനുഷ്യപ്രീതിയിലുമൊക്കെ ആയിപ്പോയി. നിരവധി പേര് അപ്രകാരം ഒരവസ്ഥയിലാണ്. കുറേ പേരുടെ വേദനകൾ അവർ ഫോണിൽ കൂടെയൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. വാട്സപ്പ് സന്ദേശങ്ങൾ വഴി, വാട്സപ്പ് വഴിയൊക്കെ പങ്കുവെച്ചു. കത്തോലിക്ക സഭയിൽ വളരെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തിലായിരുന്നു മുന്നോട്ട് പോയവർ മറ്റ് സഭാ വിഭാഗങ്ങളിലേക്ക് പോകുന്നു. കാരണം കത്തോലിക്ക സഭയിൽ അന്യദേവ ആരാധന കൂടുന്നത് കൊണ്ട് അവരെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു. ഞാൻ അവരത്തൊക്കെ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു നഷ്ടവുമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെത്രാനോ വൈദികനോ അല്ലെങ്കിൽ പള്ളിയിലുള്ളവർക്കോ നിങ്ങൾ സഭയിൽ നിന്ന് മാറുന്നതിൽ ഒരിക്കലും ഒരു വേദനയില്ല. കാരണം അവർ മറ്റു പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു വിശ്വാസി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ 10, 15, 20 പേര് പോയിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നും അവർക്കില്ല. അവർ ചിലപ്പോൾ പലരെയും ചിന്താഗതികൾ എങ്ങനെയാണ്, അവർ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഞങ്ങളിങ്ങനെ പോകുകയുള്ളൂ എന്ന് പറയുന്നത്. ചിലർ പറഞ്ഞ ഒരു കാര്യമാണ് കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമോ എന്നൊക്കെ ചോദിക്കുന്ന നിരവധി പേരുണ്ട്. എനിക്ക് ഏറ്റവും സ്നേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ സന്ദേശങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കുക, അത് എന്തൊക്കെയാണെന്നുള്ളത് കാണുക, കേൾക്കുക, വചനം വായിക്കുക. അല്ലാതെ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ നിരവധി പേര് കണ്ടിട്ട് ശരിയായ അഭിപ്രായങ്ങളിലേക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലായിരുന്നു, എന്നാൽ ബോധ്യത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യത്തിലേക്ക് വരിക. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 22-ാം അധ്യായം, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ അവർക്ക് തെറ്റുപറ്റി.
നമ്മൾ സമ്മതിക്കാൻ ആദ്യം തയ്യാറാകണം. അല്ലാതെ തെറ്റ് ചെയ്തിട്ട് ന്യായീകരിച്ചും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും ദൈവക്രോധം നമ്മുടെ മേൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കുന്നത്, ചിലർക്കൊരു സംശയമുള്ളത്, ഒരു പണിയില്ലാത്തത് കൊണ്ട് ഈ പണി ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെ ബോധ്യത്തിലേക്കായിട്ടൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ചിറങ്ങിയ ഒരു കോഴ്സ് അനുസരിച്ച് അതിൻ്റെ രീതിയിൽ എനിക്ക് 94 ഒരു 70,000 രൂപയോളം ശമ്പളം കിട്ടുന്ന നല്ലൊരു ജോലി എനിക്ക് ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്ത് ലഭിക്കുകയുണ്ടായി. ഞാൻ ആ ജോലി വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പണമോ പ്രശസ്തിയോ പദവിയോ ഒന്നും കണ്ടും കൊണ്ടല്ല ഇതിലേക്ക് വന്നത്. ഞാനിത് പറയാൻ ആഗ്രഹിച്ചില്ല, കാരണം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല എന്ന്, അത്ര അടുത്തറിയണമെന്നുള്ളവർക്ക് നേരിട്ട് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളായിരുന്നു. പക്ഷേ പലരുടെയും ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് തോന്നി. കാരണം പലരും ചിന്തിക്കുന്നത് സുവിശേഷം പണമുണ്ടാക്കാനുള്ള ഒന്നാണ്, അതിനുവേണ്ടി അല്ലെ പ്രശസ്തനാകാനുള്ള ഒന്നാണ്. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുഖിക്കാനുള്ള അല്ലെങ്കിൽ പണമുണ്ടാക്കാനുള്ള പ്രശസ്തനാകാനുള്ള ഒരു മാർഗമായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു 35 വർഷമായിട്ട് ഈ ശുശ്രൂഷ മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട്, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് വ്യക്തമായിട്ട് സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ശുശ്രൂഷകൾക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ. കാരണം പ്രത്യേകിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, അത് പറയണമെന്ന് കർത്താവ് ബോധ്യം നൽകിക്കൊണ്ടാണ്, കർത്താവ് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഇടുന്നതും. കാരണം കർത്താവിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സുവിശേഷം കൊണ്ട് ഒരിക്കലും ഒന്നും നേടുവാൻ താല്പര്യമില്ല, നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. കാരണം പലരും ചിന്തിക്കും സുവിശേഷം കൊണ്ട് ഒരുപാടൊക്കെ നേടാമെന്ന്. നേടിയവരെ കണ്ടേക്കാം, രക്ഷിക്കപ്പെട്ടവരും രക്ഷപ്പെട്ടവരും കണ്ടേക്കാം. എന്നാൽ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച ഒരവസ്ഥയിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ കുടുംബവും ആ രീതിയിലാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ല, ഒരു ഭവനമോ വസ്തുവകകളോ ഒന്നും തന്നെ എനിക്കില്ല, ഞങ്ങൾക്ക് ഇല്ല. അത് ഞങ്ങൾ സന്തോഷം ഉള്ളവരാണ് അതിൽ, അല്ലാതെ അതൊരു പരാതിയായിട്ടോ അതിന് വേണ്ടിയിട്ടോ ഒന്നും ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് ബൈബിളിൽ ഒരു വചനഭാഗമുണ്ട്. 2 കൊരിന്ത്യർ 5-1. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞതാ, ഞങ്ങൾക്കുള്ളൊരു ഭവനമുണ്ട്. ഈ ഭവനം, ഈ ഭൂമിയിലെ എല്ലാ ഭവനവും നശിച്ചു പോകും, എന്നാൽ ഒരിക്കലും നശിച്ചു പോകാത്തതും കൈകൊണ്ടുണ്ടാക്കാത്തതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് ഞാൻ പറയാൻ കാരണം ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്കുള്ള ഒരു പ്രത്യാശ കൂടിയാണിത്. അതുകൊണ്ട് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്കൊരു രീതി അനുസരിച്ച് ഈ അനുഗ്രഹം എന്നൊക്കെ പറയുന്ന പലരും ചിന്തിക്കുന്നത് ഒരുപാട് അഭിവൃദ്ധിയുടെ മേഖലകളാണ്. അഭിവൃദ്ധി പ്രധാനമായിട്ടുള്ളതാണ്. കർത്താവ് ഒരിക്കലും ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടുമില്ല. ഞങ്ങൾ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഞാനും ജീവിത പങ്കാളിയും മക്കളും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവരെല്ലാം ശുശ്രൂഷയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാരണം പലരും ചിന്തിക്കും, ഇങ്ങനെയൊക്കെ സന്ദേശം വിട്ട് പോപ്പുലർ ആകാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളതും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിരവധി പേര് ഈ ശുശ്രൂഷയോട് വളരെ താല്പര്യം കാണിച്ചതിന് വളരെ നന്ദി പറയാൻ കാരണം ഈ കാലഘട്ടങ്ങളിലും റോമാക്കാർക്കെതിരെ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ജെസബേലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ആ ജെസബേൽ എന്ന് പറയുന്ന വ്യാജ വ്യക്തി, പ്രവാചിക, ആ വ്യക്തി ഏലിയ പ്രവാചകനെ കൊന്നുകളയാനും ഏലിയയുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനും ശ്രമിച്ചു. ആ സമയത്ത് അവിടെ കർത്താവ് കുറച്ചുപേരെ മാറ്റി നിർത്തി. 11-ാം അധ്യായം 4 റോമാക്കാർക്കെതിരെ ലേഖനം 11:4 വീണ്ടും ആവർത്തിക്കുകയാണ്. അവിടെ പറയുന്നു, എന്നാൽ ദൈവം ഏലിയാട് പറഞ്ഞ കാര്യമാണ്, അവനോട് മറുപടി പറഞ്ഞത് എന്തെന്നോ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലും ഉണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല, കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയില്ല.
അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള കുറേ പേരെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനായിട്ട് ആ ശുശ്രൂഷകൾ ഇട്ടപ്പോൾ അതിൽ കമൻ്റ് ഇടുകയും അതിനെക്കുറിച്ച് ഞങ്ങളും ഇങ്ങനെ ഓണമൊന്നും ആഘോഷിക്കാതെ അന്യദേവ ആരാധന നടത്താതെ, മുമ്പ് നടത്തിയവരാണ്, നടത്താതെ കർത്താവിൻ്റെ വചനപ്രകാരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ നിരവധി പേരെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടങ്ങളും ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർ മുട്ടുമടക്കിക്കോട്ടെ, കാരണം അവരങ്ങനെയുള്ളവരാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കാരണത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഓണമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ പറയുന്നത് ചോദിച്ചേക്കാം. പക്ഷേ അതെല്ലാം ഓണ ആഘോഷം കെട്ടടങ്ങിയെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ നിരവധി മക്കളുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് ചില കാര്യം സൂചിപ്പിക്കുകയാണ്. വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് വായിച്ചു പോകാം. നീ എഫേസോസിൽ താമസിക്കുക, വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത്. ഇപ്പോൾ എഴുതി വെച്ചാൽ എന്താ അറിയാമോ? വ്യാജ പ്രബോധനങ്ങൾ നൽകുന്നവരെ. ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാതാളത്തിൽ നിന്ന് എല്ലാ വർഷവും ഇവിടെ വന്ന് ജനത്തെ അനുഗ്രഹിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബേസ് ചെയ്താണ് ഈ ഓണാഘോഷം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പാതാളം എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ലെങ്കിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചേക്കാം. അപ്പോൾ ഇതൊരു ഐതിഹ്യങ്ങളാണ്. ഈ ഐതിഹ്യങ്ങളിലും കണ്ടോ, അപ്പോൾ ഐതിഹ്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഐതിഹ്യങ്ങളൊന്നും ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ഞങ്ങൾ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ ഒരു അപകടവശമെന്ന് പറയുന്ന ഒരു മേഖല പലപ്പോഴും കാണാൻ പറ്റിയിട്ടുള്ളത് ഈ പാരമ്പര്യം വേണമെന്ന് പറഞ്ഞു കിടക്കുന്ന കുറേ പേരുണ്ട്. എന്തു പാരമ്പര്യമാണ് നമുക്കുള്ളത്? ശരിയായൊരു പാരമ്പര്യമാണ്. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ആഗ്നസ്, വിശുദ്ധ മരിയ ഗൊരേത്തി, ഇതുപോലുള്ള വിശുദ്ധർ തങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതിൻ്റെ പാരമ്പര്യമാണോ, അതോ അശുദ്ധിയിൽ ജീവിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെയും വിശുദ്ധി എന്ന് ഏതെങ്കിലും രീതിയിലൊക്കെ അംഗീകരിച്ച് സങ്കീർത്തനം 16 നാം വായിക്കുന്ന പോലെ ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ ശരിയല്ല എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അഭിശപ്തരാണ് എന്ന് പറയുമ്പം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ പലരെയും വിശുദ്ധരാക്കി മാറ്റുമ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി സകലതും വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച വിശുദ്ധരെ ഞാൻ എപ്രകാരം കാണുന്നുണ്ട്. പുതിയ വെറൈറ്റി വിശുദ്ധർ വരുമ്പോഴൊക്കെ പഴയ വിശുദ്ധരുടെ ആധ്യാത്മികം മറച്ചു വെച്ച് സുഖലോലുപതയിലും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ജീവിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു ജീവിത ശൈലി കൊണ്ടുവരുന്നു. ഇതാണോ നമ്മുടെ വംശാവലി? ചിന്തിച്ചു നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിസ്റ്റർ ആത്മഹത്യ ചെയ്തു കൊല്ലത്ത്. ആ സിസ്റ്റർ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് ന്യായീകരണങ്ങൾ പലതുണ്ട്. അവരൊന്ന് തമിഴ്നാട്ടിലാണ്, പിന്നെ അവരുടെ കുടുംബക്കാരവിടെ വന്നിരുന്നു എന്ന്. എനിക്ക് എന്നെ കേൾക്കുന്ന ഓരോ വൈദികനോടും ഓരോ സന്യസ്തരോടും പറയാനുള്ളത്, നിങ്ങൾ അൽമാരെ ഒന്നും നിങ്ങൾ അടുപ്പിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതങ്ങനെയാണ്. കാരണം നിങ്ങൾ ആ കുളത്തിൽ കിടന്ന് ഇങ്ങനെ തീരത്തേ ഉള്ളൂ. അത് വേറെ കാര്യം. സന്യസ്തത വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പൗരോഹിത്യം വേണം. പൗരോഹിത്യം ഉള്ള അല്ലെങ്കിൽ ഒരു വൈദിക വൃത്തിയുള്ള ഒരുപാട് വിശുദ്ധർ കത്തോലിക്കാ സഭയ്ക്കുണ്ട്, ഒരുപാട് സന്യസ്തരുണ്ട്. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഒരു മാനസിക വിഷമോ ദുഃഖമോ പ്രയാസമോ വരുമ്പോൾ ഇത് ആരോട് പറയുന്നൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരച്ഛനോട് പറഞ്ഞാൽ അത് സുപ്പീരിയർ അറിയും. ഇനി കോൺവെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസനങ്ങൾക്ക് കാരണമാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും വിശ്വസ്തരായെന്ന് ഞാൻ പറയത്തുള്ളൂ, അൽമാരോട് അത് പങ്കുവയ്ക്കുക, വേദനകൾ പങ്കുവയ്ക്കുക. മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കന്യകാവ്രതത്തിലായിരുന്നു കൊണ്ട് തന്നെ, ഏകസ്ഥ അവസ്ഥയിലായിരുന്നു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഒരുപാട് സംവിധാനം ഇന്ന് കത്തോലിക്കാ സഭയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഇല്ലാതെ ഈ ആത്മഹത്യ ചെയ്ത് എന്തിനാണ് സ്വയം ആത്മാവിനെ നഷ്ടപ്പെടുത്തി നരകത്തിൽ പോകുന്നത്? അതാദ്യം അറിയുക. കാരണം ഇതൊക്കെ പറയുമ്പം കുറേ പേര് മൈക്കും പിടിച്ച് പബ്ലിക്കിലൊക്കെ നിന്ന് ഞങ്ങളെ ആരും ഉപദേശിക്കേണ്ട, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാനെന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുണ്ട്. അവരെയൊക്കെ കോൺഗ്രിഗേഷൻ സംഭവിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചിലത് എനിക്ക് അയച്ചു തന്നതിൽ സിസ്റ്റേഴ്സ് കിടന്നങ്ങ് ആടി തിമിർക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്, കൈ ഉയർത്തി പിടിച്ചങ്ങ് ഡാൻസ് കളിക്കുക.
ഉച്ചത്തിൽ കിടന്നിട്ട് അങ്ങ് ഉച്ചത്തിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഒന്ന് ധ്യാനത്തിന് സ്തുതിക്കാൻ പറഞ്ഞാൽ ഇവരെ ആരും വായ അനങ്ങത്തില്ല. കൈ വെക്കാൻ പറഞ്ഞാൽ കൈ അനങ്ങത്തില്ല. അന്യദേവ ആരാധനയ്ക്ക് എല്ലാവരെയും കൈ അനങ്ങും, എല്ലാവരെയും വായ അനങ്ങും, എല്ലാവരെയും ആരോഗ്യം എവിടുന്ന് വന്നെന്നറിയത്തില്ല. നമ്മൾ ക്രിസ്തുവിലേക്ക് പോകാനാണോ, പാതാളത്തിൽ പോകാനാണോ, സ്വർഗത്തിലേക്ക് പോകാനാണോ? പാതാളം എന്ന് വെച്ചാൽ നരകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പിശാചിൻ്റെ അടുത്തേക്ക് പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണം. ഈ ഓണാഘോഷത്തിന് ചെറുപ്പക്കാരൻ നിരവധി പേരുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു. അതിൻ്റെ അജണ്ട ഇതായിരുന്നു: ഇപ്പം കേരളത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള ഒരുപാട് സംഘടനകളുണ്ട്. സംഘടനകൾക്കെല്ലാം ഒരു പുതുജീവൻ കിട്ടുന്ന പോലെ KCM ആണെങ്കിലും MCYM ആണെങ്കിലും SCYM ആണെങ്കിലും GCC ആണെങ്കിലും യുവദീപ്തിയൊക്കെ ആണെങ്കിലും ചെറുപ്പക്കാലത്ത് പറഞ്ഞു, നിങ്ങൾ സജീവമാക്കണം ഇതിനെ. എന്തിനാണെന്നറിയോ? മറ്റു മതത്തിൽപ്പെട്ടവരുടെ ഇടയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വിവാഹം കഴിച്ചു പോകുന്നു, പ്രേമിച്ചു പോകുന്നു. അപ്പോൾ അതിനിവിടെ നമ്മുടെ ഇടവകയെ തന്നെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ക്രിസ്ത്യാനികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ അന്ന് വന്ന് ആണും പെണ്ണും ഒരുമിച്ച് കൂടി ഇങ്ങനെയൊക്കെ ആഘോഷിക്കുമ്പം പരസ്പര ബന്ധത്തിൽ ഈ കപടത ആദ്യം നിർത്തുക, കാപട്യം നിർത്തുക. ഈ തന്ത്രം എന്നെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ഉപയോഗിച്ചവരൊക്കെ നശിച്ചതല്ലാതെ രക്ഷപ്പെട്ട ഒരു ചരിത്രം, രക്ഷയിലെ അനുഭവത്തിലേക്ക് വന്ന ഒരു ചരിത്രം ലോകത്തിലില്ല, ബൈബിളിലില്ല. പിശാച് തന്ത്രശാലിയാണ്. അവൻ തന്ത്രപരമായിട്ട് എല്ലാ കാര്യം ചെയ്യും. ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചു എന്ന് പൗലോസപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ തന്ത്രമായിട്ട് ഇനിയും നമ്മൾ നടക്കരുത്. അങ്ങനെ പോകുന്ന വ്യക്തി ക്രിസ്തുവിനെ അറിയാത്തതുകൊണ്ടാണ്. ക്രിസ്തുവിനെ കൊടുക്ക്, വചനം കൊടുക്ക്. അപ്പോൾ ആ പിള്ളേർ ഇവിടെ നിൽക്കുമെന്നേ. അല്ല DJ പാർട്ടി ഇവിടെ ആത്മീയ DJ പാർട്ടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ആത്മീയത കൊണ്ട് മുമ്പിൽ കയറ്റി വെച്ചിരിക്കുക. എത്ര ചെറുപ്പക്കാരുടെ ജീവിതമാണ് വഴിതെറ്റിച്ചത്. ഞാൻ കഴിഞ്ഞ വർഷം സന്ദേശം പറയുകയും ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇതുപോലെ ഒളിച്ചോട്ടങ്ങളും ഇതുപോലുള്ള ആത്മഹത്യകളും സന്യാസ സഭകളിലും ആത്മീയ മേഖലകളെന്ന് പറയുന്ന സ്ഥലങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോലും നടക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ കാരണമായി പറഞ്ഞു വരുന്നത് ലൂക്കാസ് സുവിശേഷം 8:31 ഒരു വാക്ക് പറയുന്നുണ്ട്. ഇപ്പം ഈശോ പിശാചുക്കളെ ബഹിഷ്കരിച്ചപ്പം പിശാചുക്കൾ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യാചിച്ചും കൊണ്ട് പറയുക, പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവരോട് യാചിച്ചു. പാതാളത്തിൽ പോകാൻ പോലും പിശാചിന് പോലും താല്പര്യമില്ലാത്ത സ്ഥലത്ത് കിടക്കുന്നവരെയാണെന്ന് ആദരിക്കാൻ നടക്കുന്നത്. വെളിപാട് പുസ്തകം 9:2 പറയുന്നുണ്ട്, അത് പാതാളഗർത്തം തുറന്നു, അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്നെന്ന പോലെ പുക പൊങ്ങി. കെടാത്ത അഗ്നിയും തീച്ചൂളയുമായിരിക്കുന്ന പാതാളത്തിൽ പോകാൻ എല്ലാവർക്കും താല്പര്യം. ഒരു വൈദികൻ അവരുടെ പ്രീസ്റ്റോമി വന്നിട്ട്, ഞാൻ പാതാളത്തിൽ നിന്ന് വന്നതാണ്, അടുത്ത വർഷം ആ വൈദികൻ മിക്കവാറും കാണുമെന്ന് തന്നെ ഉറപ്പില്ല. പാതാളത്തിൽ വന്നതാണ്, തിരിച്ച് പാതാളത്തിലേക്ക് പോകാൻ പോകുന്നു, അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് പാതാളത്തെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ സ്വർഗമൊക്കെ ഇല്ലല്ലോ, മൊത്തം പാതാളവും നരകവും ഒക്കെ ആയിട്ട് അങ്ങ് ബന്ധപ്പെട്ട് കിടക്കുക. നരകമെന്ന് ആരും പറയത്തില്ല, പാതാളം പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തന പുസ്തകം 9:17, ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ, ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുപോലത്തെ ഐതിഹ്യങ്ങളും പരിപാടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തകർച്ചയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വരുവാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയാം. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ഓർത്തിന്ന് അനുദപിക്കാനായിട്ട് തീരുമാനമെടുക്കുക. ഞാനതിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചു പോകാം എന്ന് മാത്രം. എന്തെല്ലാമാണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോകാം. എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചു പോകാം. നിയമാവർത്തനം 28 അതുള്ളത്. പനി, ക്ഷയം, അതുപോലെ തന്നെ കണ്ണുകൾക്ക് ഹാനി, തീരാവ്യാധികൾ, ക്യാൻസർ, അതിന് ബൈബിൾ എഴുതിയിരിക്കുന്ന അർബുദം, പരുക്കൾ, ചൊറി, ചിരങ്ങിന് അലർജി രോഗങ്ങൾ, പൂപ്പൽ രോഗങ്ങൾ, ഇന്ന് മസ്തിഷ്ക ജ്വരം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗർഭചിത്രം, വന്ധ്യത, ഇതുപോലുള്ള, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇതെല്ലാം അന്യദേവ ആരാധനയും ഈ ഓണാഘോഷവും 1-ാം പ്രമാണ ലംഘനവും നടത്തുന്നവരെ കുടുംബങ്ങളിലുണ്ടാകും. അതുപോലെ തന്നെ ഭ്രാന്ത്, അന്ധത എന്ന് പറയുന്ന വാക്കുകളും ബൈബിളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണം അതാണ്. മാനസിക രോഗങ്ങൾ, ഓട്ടിസം, ബുദ്ധിമാന്ദ്യം. അപ്പോൾ ചിലർ പറയും ഇതൊക്കെ രോഗമെല്ലാം കർത്താവ് തന്നെയാണെന്ന് പറഞ്ഞ് കുറേ പേര് നടപ്പുണ്ട്. കർത്താവ് തന്നെയല്ല. ജോബിനും രോഗം വന്നു. രോഗമൊന്നും കർത്താവ് തരുന്നതല്ല. വ്യക്തമായിട്ട് ബൈബിളിലുണ്ടെന്നേ.
കൃത്യമായിട്ട് ബൈബിളിൽ കിടപ്പുണ്ടത്. നമ്മൾ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായമായിട്ട് വരും, അതിൻ്റെ വ്യാഖ്യാനം കൃത്യമായിട്ട് നോക്കുമ്പം അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 38-ലും പറയുന്നുണ്ട്, വൈദ്യനെ നമുക്ക് ആവശ്യമാണ്, ആശുപത്രി വേണം രോഗം കണ്ടുപിടിക്കാൻ. എന്നാൽ വൈദ്യസഹായം തേടേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യുമ്പോഴാണെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവ് റെഡിയാണ്. കർത്താവ് തയ്യാറാണ് രോഗം സുഖപ്പെടുത്താൻ. പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ എളിമപ്പെടണം. അല്ലാതെ രോഗം ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കി, എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവം വിചാരിക്കുമ്പോൾ രോഗം മാറത്തുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ തകർച്ചകൾ, വന്യമൃഗശല്യം, വിളവ് നാശം, അന്യമത വിവാഹങ്ങൾ, കുടുംബത്തിലുള്ള മക്കൾ മറ്റു വിഭാഗങ്ങളുമായിട്ട്, കർത്താവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തവരുമായിട്ട്, അവിശ്വാസികളുമായിട്ട് കൂട്ടിച്ചേരുന്നു, പോകുന്നു. അങ്ങനെയൊക്കെയുള്ള മേഖലകൾ ഉള്ളതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ബൈബിളിൽ നിന്ന് 1-2 വാക്കുകൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. സംഖ്യാപുസ്തകം 25:1 അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. പെയോറിലെ ബാൽ ദേവനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. 1-ാം പ്രമാണ ലംഘനം നടക്കുന്ന പല സ്ഥലത്തും, പ്രത്യേകിച്ച് അന്യദേവ ആരാധന, ഇതുപോലെ അന്യദേവ ആഘോഷങ്ങൾ നടക്കുന്ന കുടുംബങ്ങളിൽ വ്യഭിചാരം നടക്കുക സ്വാഭാവികമാണ്, നടക്കാൻ സാധ്യതയുണ്ട്. മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. ഇസ്രായേൽക്കാർ അന്യദേവ ആരാധന നടത്താൻ പാടില്ലാത്തവരാണ്. ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി? അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും, ക്ഷണിച്ചപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കൊടുക്കും, ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിനെ സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിന് തലവന്മാരെ പിടിച്ച്, നേതൃത്വം കൊടുത്തവരെ പിടിച്ച് കർത്താവിന് മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. ഇതാ തൂങ്ങിച്ചാവുന്ന. ചിലർ തൂക്കിലാകും, ഇപ്പം തൂക്കിലിടുന്ന പരിപാടി കുറവാണ്. അവിടെ സ്വയം അങ്ങ് തൂക്കേറുണ്ടാക്കി അങ്ങ് തൂങ്ങിച്ചാകുകയാണ്. കർത്താവിൻ്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. മഹാമാരി ഇല്ലാതാക്കാൻ വിളിച്ച കർത്താവിൻ്റെ മക്കൾ ഇപ്പോൾ മഹാമാരിയാൽ പീഡിപ്പിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ജെറമ്യാ പ്രവചനം 15:3 കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവം അകന്നവരുടെ ഇടയിലേക്ക് വരുന്ന കാര്യം വായിക്കുന്ന, 4 തരം വിനാശകരെ ഞാൻ അവരെ മേൽ അയക്കും. വധിക്കാൻ വാൾ, പിച്ച് ചിന്താൻ നായ്ക്കൽ. ഇപ്പോൾ പട്ടിക്കെല്ലാം ഭ്രാന്ത് പിടിച്ച് കണക്കാം. പോകുന്ന വഴി കൂടെ പോകുമ്പം ആരെ കിട്ടിയാലും കടിക്കുന്നൊരവസ്ഥ വന്നു. മുമ്പ് ഒരു കുഴപ്പമില്ല, വടിയെടുത്ത ഓടുമായിരുന്നു. ഇപ്പോൾ വടിയെടുത്ത ഓടത്തില്ല. പിച്ച് ചിന്താൻ നായ്ക്കൽ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും. ഇനി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരിൽ നമ്മൾ കാണുന്നുണ്ട്, സോളമൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, കർത്താവെ, സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. 8-ാം അധ്യായം 37 നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത, കതിർവാട്ടം, പൂപ്പൽ, വെട്ടുക്കിളി, കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യതയാൽ ഈ ഭവനത്തിന് നേരെ കൈ നീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ. പ്രിയമുള്ളവരെ, ആ സോളമനോട് സോളമൻ പറയുകയാണ്, ഈ ദൈവാലയം കർത്താവ് അങ്ങയുടെ ആലയമാണ്. ഈ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 1-ാമത്തെ ദൈവാലയം, ആ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ പ്രാർത്ഥന കേൾക്കണമെന്ന് സോളമൻ പറയുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കേണ്ട ദൈവാലയം ഇന്ന് ഓഡിറ്റോറിയം പോലെയായി, സദ്യ വിളമ്പുന്ന സ്ഥലം പോലെയായി, സകല തോന്നിവാസം കാണിക്കുന്ന സ്ഥലം പോലെയായി. അവിടുന്ന് എങ്ങനെ പ്രാർത്ഥനകൾ ഉയരും? അതുകൊണ്ട് വരും കാലഘട്ടങ്ങളിൽ കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലത്തെ പരിശുദ്ധിയില്ലാതെ പെരുമാറിയവരുടെ മേൽ ദൈവത്തിൻ്റെ കഠിനമായ ക്രോധം ഇറങ്ങി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളിൽ ആരാണോ ഇപ്പോൾ ഉന്നതിയിൽ നിൽക്കുന്നവരെ ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു സഭയുടെ ഉന്നതിയിൽ നിൽക്കുന്നവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരുടെ മേലേക്കാണ് ആദ്യം ദൈവക്രോധം കടന്നു വരിക. യെശയ്യാ പ്രവചന പുസ്തകം 56:10 പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ്,
അവർ ഒന്നും അറിയുന്നില്ല, അറിയേണ്ടൊന്നും അറിയുന്നില്ല. അവർ മൂകരായ നായ്ക്കളാണ്. അവർക്ക് കുരയ്ക്കാനാവില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു. നിദ്രപ്രിയരാണവർ. ആർത്തു പിടിച്ച നായ്ക്കളാണവർ. അവർക്ക് തൃപ്തി വരുന്നില്ല. ഇടയന്മാരും ഒന്നും അറിയുന്നില്ല. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു. ഞാനീ പറയുമ്പം ഇതൊക്കെ ചെയ്തവരെ കുടുംബത്തിൽ രോഗം വന്നാലോ കഷ്ടപ്പാട് വന്നാലോ സഹായിക്കാൻ അവർ ഒറ്റയെണ്ണം കാണത്തില്ല. അന്ന് ഒരു സംഘടനയും കാണത്തില്ല, ഒരു സഭാ സംവിധാനവും കാണത്തില്ല. നീ അവിടെ പട്ടിണി കൊണ്ട് കടന്ന് നരകിച്ചു തീരും. അന്ന് നീ ചോദിക്കും, കർത്താവെ, ഞാൻ ഈ ഇടവയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, കർത്താവിന് വേണ്ടി ആദ്യം ജീവിക്കുക. അപ്പോൾ കർത്താവ് പറയുന്ന രീതിയിൽ സഭയ്ക്ക് വേണ്ടി ജീവിക്കും. സഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നതിൻ്റെ അർത്ഥം. അല്ല പള്ളിയിൽ പോയി പള്ളിയുടെ കാര്യങ്ങളിലെല്ലാം വ്യാപൃതനാവുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ബൈബിൾ വ്യക്തമായിട്ട് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. മക്കളില്ലാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുമ്പോൾ വ്യക്തമായിട്ട് ബൈബിൾ പറയുകയാണ്. വെളിപാട് പുസ്തകത്തിലൊക്കെ അത് നിരവധി സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കിപ്പോൾ നമ്മൾ പോകുന്നില്ല. മറ്റു ചില മേഖലകളൊന്ന് വേഗം വായിച്ചു പോകാം. പുറപ്പാട് പുസ്തകം 15:26 നമ്മൾ വായിക്കുന്നുണ്ട്. നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. അപ്പോൾ ഏതെങ്കിലും മഹാമാരി നിൻ്റെ മേൽ വരികയാണെങ്കിൽ നീ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തതുകൊണ്ടാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്താനാണ് വന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സൗഖ്യം നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ്. ഇനി ലേവ്യരുടെ പുസ്തകം 26:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെയാണ് ഈ കണ്ണുകൾക്ക് ഹാനി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പിന്നെ എടുത്തുവെച്ച് വായിച്ചാൽ മതി. നമ്മുടെ ധ്യാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ബോധ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ താമസമുള്ള ധ്യാനങ്ങളെ സംബന്ധിക്കുന്ന കുറച്ചുകൂടെ നല്ലതാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വരാൻ പോകുന്ന ധ്യാനം സെപ്റ്റംബർ മാസം 30 വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി ഒക്ടോബർ മാസം 5 പൂജാ അവധിയാണ്. ആ ദിവസങ്ങളിലാണ് ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവ എല്ലാവരും വന്ന് ധ്യാനത്തിൽ സംബന്ധിക്കണം. ഏതാണ്ട് 10 സീറ്റേ ഉള്ളൂ മൊത്തം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരെ എടുക്കത്തുള്ളൂ. കാരണം ഈ വചനം ഒന്ന് ധ്യാനിച്ച് മനസ്സിലായി പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്ഥലം, ഒരു പാട്ടത്തിനൊക്കെ എടുത്ത് അവിടെയാണ് നമ്മുടെ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പരിചയമുള്ള അച്ഛന്മാർ ഇടയ്ക്ക് വന്ന് ഇവിടെ ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ വരിക, നേരത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് പോരുക, ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. അപ്പോൾ ധ്യാനത്തിൻ്റെ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒക്ടോബർ ഫുൾ ഇവിടെ നമുക്ക് ജപമാല പ്രാർത്ഥനയുണ്ട്. നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോകത്തിൻ്റെ ആവശ്യം, സമാധാനം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള മനുഷ്യർക്ക് ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകാൻ, തിരഞ്ഞെടുക്കപ്പെട്ടവർ അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തെ കൊടുക്കാനൊക്കെ ആയിട്ട് പ്രാർത്ഥനയിലാണ്. അപ്പം അങ്ങനെ ഒരു മാസക്കാലം ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ പ്രാർത്ഥനയിലാണെന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒക്ടോബർ 2ാമത്തെ ശനിയാഴ്ച ആയിരിക്കും നമ്മുടെ ജാഗരണ പ്രാർത്ഥന ഉള്ളത്. അതും കൂടെ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകത്തിൽ 23-ാം അധ്യായം 25 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ദൈവത്തെ അല്ലാതെ വേറെ എന്തിനെ ആരാധിക്കാൻ പാടില്ല, ഒന്നിനെ ആരാധിക്കുക. ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. കണ്ടോ, നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ആശീർവദിക്കും. ഇന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. വെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. അന്തരീക്ഷത്തിൽ പോലും പൂപ്പൽ ബാധ വ്യാപിച്ചിരിക്കുന്നു. ഇനി അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, നിശേഷം ഞാൻ ഇല്ലാതാക്കും. മറ്റൊന്ന്, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ ഗർഭചിത്രം എന്ന് വെച്ചാൽ ഇതാണ്, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് വധിക്കപ്പെട്ടു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ വന്ധ്യത എന്ന് വർദ്ധിച്ചു വരിക, പ്രത്യേകിച്ച് കത്തോലിക്കൻ്റെ ഇടയിൽ വന്ധ്യത വർദ്ധിച്ചു വരികയാണ്, മക്കളില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് വിവാഹ വേർപെടുത്തൽ, ഡൈവോഴ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിലെ കുറ്റപ്പെടുത്തലുകളും ആത്മഹത്യകളും വർദ്ധിക്കുന്നു. കർത്താവ് പറയുകയാണ്, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, എന്താണ് രോഗത്തെക്കുറിച്ച് ബൈബിളിന് പറയാനുള്ളത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 14 അവിടെ ഇങ്ങനെ പറയുന്നത്, നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്.
സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരകവിഷം അവയിൽ ഇല്ല, പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നൊരു കുഞ്ഞിന് എന്തുകൊണ്ട് ആരോഗ്യമില്ലാതെ വരുന്നു? ആ കുഞ്ഞിന് ദൈവത്തിൽ നിന്ന് ദൈവം ആദത്തിലൂടെ തിരഞ്ഞെടുത്ത ആദത്തിനുള്ളിൽ ഇൻക്ലൂഡാക്കി വെച്ചിരുന്ന ആ കുഞ്ഞിനെ ഈ കാലഘട്ടങ്ങളിൽ ജനിപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ നൽകുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സന്ദേശങ്ങൾ കേൾക്കാം. അപ്പോൾ ആ കുഞ്ഞിനെ തരുമ്പോഴും ആ കുഞ്ഞ് എന്ത് ചെയ്യാണ്? ആ കുഞ്ഞിനെ, ഉദരത്തിൽ ആയിരിക്കുന്ന കുഞ്ഞിനെ വഹിക്കുന്ന അമ്മയും അപ്പനും അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളിൽ ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ അവരിലുള്ള ഈ പാപബന്ധനം ആ കുഞ്ഞിലേക്ക് വ്യാപിക്കുകയും ഉദരത്തിൽ വെച്ച് തന്നെ ഒന്നുകിൽ അത് അബോർഷനായി പോവുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റാതെ അംഗവൈകല്യമുള്ള ഒരവസ്ഥയിലോ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഭൂരിഭാഗം ഓട്ടിസവും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ജനിക്കുന്നത്. അത് ആ കുഞ്ഞിൻ്റെ കുഴപ്പമല്ല, ആ കുഞ്ഞുങ്ങളെല്ലാം സ്നേഹിക്കുന്നു. കാരണം അങ്ങനെ ഏതെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല, ആ കുട്ടികളെ സ്നേഹിക്കുന്നു, അവരെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു കാരണം ശാസ്ത്രം പോലും വ്യക്തമായി പഠിപ്പിച്ചു കഴിഞ്ഞു. മാതാപിതാക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾ, മാതാപിതാക്കളുടെ ക്രമക്കേടുകൾ, മാതാപിതാക്കളുടെ ആരോഗ്യ കുറവുകൾ, പോരായ്മകൾ എല്ലാം അതിനകത്തേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഈ ആത്മഹത്യ പോലും പല കുടുംബങ്ങളും ബന്ധനത്തിലാണ്, പൈശാചിക സ്വാധീനത്തിലാണ് പല കുടുംബങ്ങളും. അത് പറയുകയാണ്. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു വണ്ടേക്ക് പോകുന്നു, ഒരാഴ്ച ധ്യാനത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ഒന്നും ഒരു കാര്യവും നടക്കുന്നില്ല. നമ്മുടെ ധ്യാനത്തിന് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, ഒരുപാട് ധ്യാനം കൂടി ഒരു രക്ഷയില്ല, എല്ലാം കൊണ്ടും വീണ്ടും പരാജയപ്പെട്ടവർ വന്നോളാൻ പറയും. കാരണം കർത്താവിൻ്റെ വചനം കേട്ട് അതിലായിരുന്നുകൊണ്ട് എനിക്ക് തീർത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും, നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരുപാട് ക്യാൻസർ രോഗികളുടെ 4th സ്റ്റേജ് ആയ ക്യാൻസർ രോഗികളുടെ സൗഖ്യമുണ്ട്. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വലിയൊരുന്ന് വിട്ട കേസുകളാണ്. അവർ സൗഖ്യപ്പെട്ടു, ഇന്നും അവർ സാക്ഷികളായി ജീവിക്കുന്നു. അപ്പോൾ സൗഖ്യത്തിന് കുറവൊന്നുമില്ല, കർത്താവ് തരാൻ റെഡിയാണ്. പക്ഷെ കർത്താവ് പറയുന്ന പോലെ ജീവിക്കണം, വചനപ്രകാരം ജീവിക്കണം. സൗഖ്യം കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വരും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കെ ജീവിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ അവരങ്ങ് ജീവിക്കുക, ഇഷ്ടമുള്ള കണക്ക്. അങ്ങനെ ഇഷ്ടമുള്ള കണക്ക് ജീവിക്കുന്നതുകൊണ്ട് കർത്താവിന് അവരോട് ഇല്ല. ഇവിടെ ഒരു വാക്കുണ്ട്, ജെറമ്യ പ്രവചന പുസ്തകം 16 പറയുന്നൊരു 16-ാം അധ്യായത്തിനെ പറ്റി പറയുന്നു, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്തു പാപമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു, അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ പരിത്യജിച്ചു, എൻ്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാണ്. നിങ്ങൾ താങ്കളുടെ കഠിന ഹൃദയത്തിൻ്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചെല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. എത്ര വ്യക്തമാണ് കർത്താവ് എഴുതി വച്ചേക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പോക്ക് പോയിക്കഴിഞ്ഞാൽ അപകടമാണ്. അതുപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ രോഗശയ്യയിൽ തള്ളിയിടുമെന്ന് വെളിപാട് പുസ്തകം 2:20 വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ 22 പറയുന്നത്, ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു, അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കാൻ അവളോട് കൂടെ വ്യഭിചാരം ചെയ്തവരെ. ഈ 1-ാം പ്രമാണം ഒരു വ്യഭിചാരമാണ്. ചെയ്യുന്നവരെയും വലിയ ഞെരുക്കങ്ങളിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെ ആകട്ടെ മരണത്തിന് ഞാൻ ശിക്ഷിക്കും. വെളിപാട് 9:18 പറയുന്നു, അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം മൃതരായി. അതുകൊണ്ട് ഈ 2-ാം വരവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കയിലുള്ള ഒരു മകനെ സ്വർഗപോ അനുരാഗവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഫ്രീമേഴ്സൺ സംഘത്തെക്കുറിച്ച് അപ്പസ്തല പ്രവർത്തനങ്ങളുണ്ട്. സ്വതന്ത്ര സഭക്കാർ, സിനഗോഗിൽ സ്വതന്ത്ര സഭക്കാരായി ജീവിച്ചവർ, അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ സ്ത്രീപക്ഷം മാത്രം ആയിട്ട് നടക്കുന്ന വ്യക്തികൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ മേഖലകളുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ഇവരെല്ലാം 1-ാം പ്രമാണം, 6-ാം പ്രമാണം ഇതെല്ലാം ലംഘിച്ച് അതിനെയൊക്കെ അനുകൂലിക്കണം എന്ന് പറഞ്ഞ് എതിരായി സംസാരിക്കുന്നവരെ കൊല്ലാൻ നടക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ കത്തോലിക്ക സഭയ്ക്കകത്ത് നിരവധിയുണ്ട്.
കാരണം ഈ പറഞ്ഞ എല്ലാ ടൈപ്പും ഇതിനകത്ത് കിടക്കുക. അപ്പോൾ ഈ കിടക്കുന്ന ടൈപ്പെല്ലാം എന്ത് ചെയ്യും? അതിനോട് അനുകൂലമായിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടത്തില്ല. പള്ളിയിൽ വരിക, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവർ, യോഗ്യതയില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പോലും നീ ശിക്ഷാവിധിയിലാണെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് കുമ്പസാരിച്ച മാത്രം പോരാ, ചെയ്ത പാപത്തെക്കുറിച്ച് ബോധ്യം വേണം, തെറ്റു വേണം. ഞാൻ തീർത്തു പറയുക, ഒരു വൈദികൻ പറഞ്ഞതാ, സ്വവർഗഭോഗം പാപമാകുന്നത് അത് ചെയ്യുന്ന ആൾക്ക് പാപമായിട്ട് തോന്നുമ്പോഴാണ്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഈ പറയുന്ന പാർട്ടി ഇതിനകത്ത് അടിമയാണ്. ഞാൻ വൈദികൻ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. സെമിനാരി ഉണ്ടെങ്കിൽ നിർത്തലാക്കണം, സംഘടനകളുണ്ടെങ്കിൽ നിർത്തലാക്കണം. ഇത് കർത്താവ് വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണെന്നുള്ള, പ്രകൃതി വിരുദ്ധ പാപമാണെന്ന് പഠിപ്പിക്കാൻ പറ്റണം. ഞാനത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് 4 ടോക്കുകൾ നമ്മുടെ ഒഫീഷ്യൽ ചാനൽ ഇട്ടിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട്. അല്ലാതെ എല്ലായിടത്തും കിടന്ന് ഇടിച്ചും കൊണ്ട് നമ്മൾ ഒരുമാതിരി സന്തോഷം കാണിച്ച്, സമാധാനം കാണിച്ച്, വലിയ ഇതൊക്കെ കാണിച്ച്, വലിയ അന്താരാഷ്ട്ര സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നടത്തി ഇങ്ങനെ കുറേ കാശ് ഇങ്ങനെ ചിലവാക്കി സ്വയം പ്രീതി നേടി മുഖസ്തുതിയും മേടിച്ച് പോകാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് കർത്താവ് ന്യായവിധിക്കായിട്ട് കൊണ്ടുവരും. ബൈബിൾ വചനപ്രകാരം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണക്ക് കൊടുക്കേണ്ടി വരും, അതിന് യാതൊരു മാറ്റവുമില്ല. ഞാൻ കൊടുക്കുന്നതിനേക്കാളും എൻ്റെ മുകളിൽ നിൽക്കുന്ന ഓരോ വ്യക്തി, ഇപ്പോൾ കത്തോലിക്ക സഭയിലാണെങ്കിൽ മാർപ്പാപ്പ, കർദിനാള്, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, സുവിശേഷ വേല ചെയ്യുന്നവർ, അത് കഴിഞ്ഞുള്ള സാധാരണക്കാരനായിരിക്കുന്ന ഇടവകയിൽ ഒരു വിശ്വാസി കണക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവന് കണക്ക് കൊടുക്കേണ്ടി വരും. കർത്താവിൻ്റെ മുമ്പിൽ ഒരു അടവും നടക്കത്തില്ല. കർത്താവ് കരുണയുള്ളവനും സ്നേഹമുള്ളവനൊക്കെ തന്നെയാണ്. റോമാ 2 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. അവൻ അനുതപിക്കാൻ അവസരം തന്നത്. അല്ലാതെ ചെയ്ത പുണ്യമൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവം നോക്കുന്നത് പുണ്യത്തെക്കാൾ ഉപരി വിശുദ്ധിയാണ്. ആ വിശുദ്ധി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം വേദനിക്കുന്നു, പരിശുദ്ധാത്മ വേദനിക്കുന്നു, പരിശുദ്ധാത്മാവ് വേദനിക്കുന്നു, സ്വർഗീയ അപ്പൻ വേദനിക്കുന്നുണ്ട് മനുഷ്യനോട് കാണിക്കുന്ന ഈ ക്രൂരത കണ്ടുകൊണ്ട്. കത്തോലിക്ക സഭയിലായിരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരായിരിക്കെ അവരുടെ മുമ്പിൽ എല്ലാം എനിക്കറിയാം, എന്നെ ഇനി ഒരു ശുശ്രൂഷയ്ക്കും വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. അല്ലേ തന്നെ ഇപ്പം അച്ഛന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. ഇപ്പം എനിക്ക് വൈദികരോട് ഒരു എതിർപ്പുമില്ല, ഒരു വിരോധവുമില്ല, ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, 1 തിമോത്തിയിൽ നമ്മൾ വായിക്കുന്ന ആ ഭാഗത്ത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയ ഒരു ഭാഗം ഞാനങ്ങ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിൻ്റെ തുടർന്നുള്ള ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് പിടികിട്ടും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുകയുള്ളൂ. അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസ്സാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. ഈ കുറ്റപ്പെടുന്ന ലക്ഷ്യം ഒന്നേ ഉള്ളൂ, സ്നേഹം കൊണ്ട് പരിശുദ്ധമായ വിശ്വാസത്തിലേക്ക് അവർ വരണം, നിഷ്കടമായ വിശ്വാസത്തിലേക്ക് വരണം, പരിശുദ്ധിയിലേക്ക് അവർ വരണം, പരിശുദ്ധ ഹൃദയം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് അൽമാരെ ശുശ്രൂഷിക്കാൻ കയറ്റത്തില്ല, പാട്ടിന് നമ്പർ പറയാൻ, സ്തുതിപ്പിക്കാൻ, ബാക്കി പ്രസംഗം മുഴുവൻ അച്ഛൻ പ്രസംഗിച്ചാലേ പറ്റുള്ളെന്ന് കുറേ അൽമാർക്കും ധാരണയുണ്ട്. അച്ഛൻ ശരിയാവത്തുള്ളെന്ന് അച്ഛനും ധാരണയുണ്ട്. ഇടവകയുടെ ഒരു തീരുമാനം കൂടിയാണ്. ഇടവേള ദിനച്ച വികാരിച്ച തീരുമാനം. അതിനെയൊക്കെ പൊളിക്കുക കർത്താവ് ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് ധ്യാനഗുരുക്കന്മാർ ഇതിനകത്ത് എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, അൽമാരെയും കൂടെ കൂട്ടിച്ചേർത്തതിലേക്ക് ചെയ്യുക. എന്നെ കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്തായാലും എനിക്ക് ശുശ്രൂഷകളൊന്നും ഇല്ലാതാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നല്ല ഉറപ്പിൽ തന്നെ ഇതൊക്കെ പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് കഞ്ഞി കുടിക്കാനുള്ള വക തരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷിയെ പോറ്റുന്നവന് എന്നെ, എൻ്റെ കുടുംബത്തെ നല്ലവണ്ണം പോറ്റാൻ പറ്റുമെന്ന് ഉറച്ചും കൊണ്ടാണ് ഈ പരിപാടിക്ക് തന്നെ ഇറങ്ങിയത്, ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഇത് ദുരിതം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതല്ല, ദുരിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതും മറ്റുള്ളവരെ ദുരിതത്തിൽ പിടിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സമയവും അവസരങ്ങളും നഷ്ടപ്പെടുത്തരുത്. പ്രിയമുള്ളവരെ, ഞാൻ ധ്യാനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഒരുപാട് സമയം അധികം എടുത്തിട്ടുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒരു 45 മിനിറ്റോളം ഏകദേശം ഈ സന്ദേശം അടുത്തിട്ടുണ്ട്. ദീർഘമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സന്ദേശം മുഴുവനും കേൾക്കണമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദേശത്തിന് അവസാന ഭാഗത്ത് പറയുമ്പോൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വഴിയിലൂടെ മാത്രം മുന്നോട്ട് പോകാനും അങ്ങ് പറയുന്നത് മാത്രം അനുസരിക്കാനും അങ്ങയുടെ ഹിതം വെളിപ്പെട്ട് ജീവിക്കാനും ഞങ്ങളെ ഒരുക്കണമേ. സ്വർഗീയപ്പ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അന്ധകാര ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഒരു പുതിയ ഉണർവ് ഞങ്ങൾക്ക് തരണമേ. ഈശോയുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പിതാവിൻ്റെ പരിശുദ്ധിയും പുത്രൻ്റെ പരിശുദ്ധിയും ആ സ്നേഹവും കൊണ്ട് നിറയുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ, ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയി ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാലാഖവൃന്ദങ്ങളെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൈമാറുക. നിരവധി പേർ കേൾക്കട്ടെ, നിരവധി പേർ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കട്ടെ, അറിയട്ടെ. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കലങ്ങി മറിഞ്ഞിടും ജീവിതമാകെ പർവ്വത സമമാം പ്രശ്നങ്ങളാ. കലങ്ങി മറിഞ്ഞിടും ജീവിതമാകെ പർവ്വത സമമാം പ്രശ്നങ്ങളാ. നീറി നീറി നീ പുകഞ്ഞിടുമ്പോൾ ആശ്വാസമായവനരികിലെത്തും. നീറി നീറി നീ പുകഞ്ഞിടുമ്പോൾ ആശ്വാസമായവനരികിലെത്തും. ആരിലുമുന്നതനെന്റെ നാഥൻ, സർവം ചമച്ചവനേശുനാഥൻ. ആരിലുമുന്നതനെന്റെ നാഥൻ, സർവം ചമച്ചവനേശുനാഥൻ.